ത്രിയേക ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഫാദർ ജിം ജോൺ. ഞാൻ സെൻറ്റ് ജോർജ് ജാക്കോബൈറ്റ് ദേവാലയം പനവേലുള്ള ദേവാലയത്തിൻ്റെ വികാരിയച്ഛനാണ്. ഞങ്ങളുടെ പെരുന്നാൾ 25-26 തീയതി ആണ് സെൻറ്റ് ജോർജിൻ്റെ ഫീസ്റ്റ് നടത്തുന്നത്. അതിന് റിലേറ്റഡ് ആയിട്ട് ദേവാലയത്തിലെ മെമ്പേഴ്സ് ആഗ്രഹിച്ചതൊരു ചെറിയൊരു ഹെൽത്ത് ക്യാമ്പൊക്കെ വേണ്ടി. അതിന് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ വരുന്ന ഞായറാഴ്ച 19th ഏപ്രിലിന് ഒരു ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് നടത്താൻ പോവുകയാണ്. അത് നടത്താൻ പോകുന്ന ഒരു ടീം എന്ന് വെച്ചാൽ പ്രിവെൻറ്റീവ് ഓൺകോളജിയുടെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഒരു ടീമാണ്. പ്രിവെൻറ്റീവ് ഓൺകോളജി ഒരു ടീമാണ് അതിന് പിന്നിൽ വരാൻ പോകുന്നത്. സോ എൻ്റെ റിക്വസ്റ്റാണ്, നമ്മൾ വളരെ തിരക്കായി ജീവിക്കുന്ന വ്യക്തികളായതുകൊണ്ട് ബോംബെയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം ഹെൽത്ത് നോക്കാനുള്ള സമയം സാധാരണമായി നമുക്ക് ആരും കിട്ടാറില്ല. സോ ഇത് ഫ്രീ ഒരു ഹെൽത്ത് ഒരു ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പാണ്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി. നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി അതിനകത്ത് വരാൻ ശ്രമിക്കണം. ഞായറാഴ്ച രാവിലെ 11 തൊട്ട് വൈകിട്ട് 4 മണി വരെ ഉണ്ട്. സോ നമ്മൾ രാവിലെ ഒരു 11 o'clock to 1 o'clock ബിറ്റ്വീൻ സീനിയർ സിറ്റിസൻസ് ഒക്കെ വരുവാണെങ്കിൽ വേഗം തന്നെ പോയിട്ട് അതിന് ശേഷം നമ്മുടെ അഡൽട്സ് ഒക്കെ വരുവാണെങ്കിൽ, യങ് അഡൽട്സ് വരുവാണെങ്കിൽ അവർക്ക് അന്നേരം വന്നിട്ട് ചെയ്തിട്ട് പോകാം. സോ ഒന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇത് നടത്തുന്നത് പൂർണ്ണമായി നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ ഹെൽത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്തും നമ്മുടെ മെൻ്റൽ പീസ് എല്ലാം. സോ നമ്മുടെ ഹെൽത്ത് നോക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. നിങ്ങളെല്ലാവരും വരും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു ചെറിയൊരു വീഡിയോ, ഒരു ക്യാൻസർ സർവൈവറുടെ ഒരു സഹോദരിയുടെ ഒരു ടെസ്റ്റിമണി, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, ഒരു ചിന്ത നിങ്ങളൊന്ന് കേൾക്കണമേ എന്ന് താഴ്മയോടെ ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാവരും വരും എന്ന് പൂർണ്ണമായ വിശ്വാസം ഉണ്ട്. താങ്ക് യു. മീറ്റ് യു ഓൾ ഓൺ സൺഡേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ലിജി വീനസ്. ഞാനൊരു സ്റ്റേജ് 1 ബ്രസ്റ്റ് ക്യാൻസർ സർവൈവറാണ്. എൻ്റെത് കണ്ടുപിടിച്ചത് ലാസ്റ്റ് ഏപ്രിലായിരുന്നു. സോ ഡ്യൂറിങ് മൈ ലംപെക്ടോമി, ഒരു ചെറിയ ലംപായിരുന്നു. അതിൻ്റെ സർജറിക്ക് വേണ്ടി പോയപ്പോഴാണ് അത് ഫ്രോസൺ ബയോപ്സി പോസിറ്റീവായിട്ട് വന്നത്. സോ ഏജ് 37 ആയതുകൊണ്ട് നമ്മൾക്ക് മാമോഗ്രാഫി ചെയ്യാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ ലംപായിരുന്നു, അതിപ്പോൾ ഒന്നും ആവില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ബട്ട് ഡ്യൂറിങ് ലംപെക്ടോമി ടേൺഡ് ഔട്ട് ടു ബി പോസിറ്റീവ്. ആൻഡ് ദെൻ ദ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ദൈവം കൂടെ ഉള്ളതുകൊണ്ട് നമ്മളതൊക്കെ ചെയ്ത് ലാസ്റ്റ് മന്ത് ഞാൻ എൻ്റെ ജോബും റിസ്യൂം ചെയ്തു. ബട്ട് ദ ഓൺലി പോയിന്റ് ഇസ് നമുക്കിപ്പോൾ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ഡിറ്റക്ഷനാണ്. ഏർലി ഡിറ്റക്ഷന് വേണ്ടി നമ്മുടെ മനസ്സിൽ ഒരു പേടിയും കൂടാണ്ട് നമ്മൾ പോയി മാമോഗ്രാഫി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. സോ അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലായെങ്കിലേ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സിന് ടൈം എടുക്കുള്ളൂ. ഏർലി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അതിൻ്റെ സർജറി ആയാലും കീമോതെറാപ്പി ആയാലും റേഡിയേഷൻ ആയാലും ഒക്കെ നമുക്കത് ചെയ്ത് നമുക്ക് എളുപ്പം ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. സോ ഐ റിക്വസ്റ്റ് all my mothers and sisters listening out there ഒരു പേടിയും കൂടാതെ പോയി മാമോഗ്രാഫി ടെസ്റ്റ് ചെയ്ത് നമ്മളെ തന്നെ സ്ക്രീൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം നമ്മുടെ ഫാമിലിക്ക് എന്താ പറയുക വലിയൊരു പെയിൻ വരുന്നതിൽ എളുപ്പം നമുക്ക് അവരെ മാറ്റാൻ പറ്റും. ക്യോക്കി നമ്മൾ ഹെൽത്തി ആണെങ്കിലേ നമ്മുടെ ഫാമിലി ഹെൽത്തി ഉള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഐ റിക്വസ്റ്റ് ഈച്ച് ആൻഡ് എവറി വൺ ടു ഗെറ്റ് ദെയർ സ്ക്രീനിങ് ഡൺ വിതൗട്ട് എനി ഫിയർ ഇൻ ദെയർ മൈൻഡ്. താങ്ക് യു.